അപ്പോൾ ഗോപി സുന്ദർ എന്ന് പറയുന്ന വ്യക്തി ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? Obviously, we have to be diplomatic, but you should not be, എന്താ പറയുക, ഉള്ളിലൊന്നും വെച്ച് വേറെ ഒന്നും ബിഹേവ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാമല്ലോ. അങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് അതിന് ഡിപ്ലോമസി എന്ന് പറയാം. പക്ഷെ വേറൊരാളായിട്ട് പുറത്ത് വേറെ പറഞ്ഞിട്ട് ഉള്ളിൽ വേറെ ചിന്തിക്കുന്ന ആളല്ല. അതുപോലെ തന്നെ പുറത്തെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വേറെ പറയുന്ന ആൾക്കാരും നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഗോപിയുടെ ലൈഫിൽ കുറെ, ബിക്കോസ് ഒരുപാട് വർഷമായി ചേട്ടൻ ഈ ഇൻഡസ്ട്രിയിലുള്ളത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ കുറിച്ച് പറയാതിരുന്നാൽ മതി. സോ ഇറ്റ്സ് നോ പ്രോബ്ലം. ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ. മേ ബി നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ. വേറെ ആളുടെ ഒരു കാര്യം ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തിനോട് ചിലപ്പോൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ അറിയാതെ പോലും നമ്മൾ പറഞ്ഞേക്കാം. സോ വി ഹാവ് ടു ജഡ്ജ്. ഒരു ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് ആദ്യം ജഡ്ജ് ചെയ്യേണ്ടത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ എം എ പെർഫെക്റ്റ് ഇൻ ദാറ്റ്. ഐ എം എ പെർഫെക്റ്റ് മാൻ ഇൻ ദാറ്റ്. അപ്പം നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ലൈഫിൽ. സോ അഡ്മിറ്റ് ദാറ്റ് ആൻഡ് നെഗ്ലക്റ്റ്. നെഗ്ലക്ട് ചെയ്യുക. അങ്ങനെ മനുഷ്യർ പല രീതിയിലുണ്ട്. ഞാനും അതിലൊരുത്തം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഗോപി സുന്ദർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് മാറി, മ്യൂസിഷ്യനിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി. മ്യൂസിഷ്യൻ മാറിയിട്ടില്ല. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അതായത് ഗോപി സുന്ദർ മ്യൂസിക് കമ്പനി. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽബംസ്, അതായത് മ്യൂസിക്, പുതിയ ചില പടങ്ങൾ വരുമ്പോൾ ചില ചെറിയ പ്രൊഡ്യൂസേഴ്സ്, നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മ്യൂസിക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അതിൻ്റെ റൈറ്റ്സ് ഞാൻ കീപ്പ് ചെയ്യുകയും ചെയ്യും. മ്യൂസിക്കിൻ്റെ റൈറ്റ്സ് ഞാൻ കീപ്പ് ചെയ്തിട്ട് മ്യൂസിക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ചില സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയ സിനിമ ചെയ്യാൻ പറ്റുമല്ലോ, നല്ല സിനിമയാണെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഗോപി സുന്ദർ മ്യൂസിക് കമ്പനി ഉള്ളത്. അതിൽ എൻ്റെ ഇതുപോലെ പകർപ്പവകാശം എന്ന് പറയില്ലേ, റൈറ്റ്സ് വാങ്ങിച്ചിട്ട് അത് ചെയ്തു. എനിക്കിങ്ങനെ കുറച്ച് ശാഖകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് മ്യൂസിക് കമ്പനി. പിന്നെ അടുത്താണ് GST. GST മീൻസ് മറ്റേ GST അല്ല കേട്ടോ, GST ഗോപി സുന്ദർ ടി ജംഗ്ഷൻ എന്നാണ്. ഇതിൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അതിനു മുമ്പ് വേറൊരു കാര്യം, വേറൊരു ശാഖയുണ്ട്. ഗോപി സുന്ദർ മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബുണ്ട്. കരിങ്ങാച്ചിറയിലാണ്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് പ്രോഗ്രാമേഴ്സ്, നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓതറൈസ്ഡ് സ്കൂൾ എന്നല്ല, ഒരു ട്യൂഷൻ സെൻ്ററാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബിൽഡിംഗ് ആണ്. അത് വാടക എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ട്യൂഷനൊക്കെ എടുക്കുകയാണ്. കുട്ടികൾക്ക് മ്യൂസിക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പ്രൊഡക്ഷനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗോപി മാഷ് സെറ്റപ്പ് അവിടെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഫാക്കൽറ്റീസ് ഉണ്ട്. എൻ്റെ തന്നെയാണ് സിലബസ്. അപ്പോൾ ഞാനിങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് പ്രോഗ്രാമേഴ്സിന്. അത് ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ അപ്പോൾ അതേ ബിൽഡിങ്ങിൽ തന്നെ മാസത്തിൽ ഒരു 1-2 ദിവസം പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഒരു പുതിയതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് GST, ഗോപി സുന്ദർ ടി ജംഗ്ഷൻ. അതായത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് എത്തുന്ന ഒരു ടി ജംഗ്ഷൻ. ഈ ടി ജംഗ്ഷനിൽ നിങ്ങൾ ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, ഒരു 1 hour 2 hour പ്രോഗ്രാം. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് പുതിയതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾ അവിടെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതൊരു ടി ജംഗ്ഷനാണ്. അപ്പോൾ അതിലൂടെ അതൊരു ടിക്കറ്റഡ് ഷോ ആണ്. അപ്പോൾ എല്ലാവരും വന്നത് കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ വീട്ടിൽ പോകുന്നൊരു പരിപാടിയാണ്. ചെറിയ നമ്മുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ പോലെ അങ്ങനൊരു സംവിധാനമാണ് GST. ഇങ്ങനെ 3 ശാഖകളാണുള്ളത്. പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു ഫിലിം പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയുടെ പേര്. ടോവിനാണ് അഭിനയിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ടൊഗോരാസി എന്നാണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. ടൊഗോരാസി ഞാൻ തന്നെ കണ്ടുപിടിച്ച പേര്. ടൊവിനോ, ഗോപി, റാഫർ റംഷി, നമ്മുടെ ഫ്രണ്ടാണ്, സിംഗർ ഓൾസോ.
ക്യാമറമാൻ സീനു. ഓ അത് ശരി. അങ്ങനെ ഞങ്ങൾ 4 പേരോട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം. ഷൂട്ടിംഗ് തുടങ്ങിയോ? ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി നാട്ടുകാരെ മുഴുവൻ പടം ചെയ്തിട്ട് സ്വന്തം പടത്തിന് ചെയ്യാൻ സമയമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും എന്നെ അവരൊക്കെ എന്താ പറയാ എൻ്റെ അടുത്ത് ഇങ്ങനെ ബാക്കിയുള്ള പടമൊക്കെ ചെയ്തത് നമ്മുടെ പടം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. അടിപൊളി. ഫ്യൂച്ചർ പ്രോജക്ട്സിനെ പറ്റി ഈ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അഹങ്കാരമായി പോകും. അതിന്റെ ആഴ്ചയിൽ ഓരോ പടം എടുത്തോണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുന്നു. ആ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമായിട്ട് പോകും. നമ്മളിങ്ങനെ ദൈവം സഹായിച്ച് ആഴ്ചയിൽ ഓരോ പ്രോജക്ട്സ് ഉണ്ട്. ഇവിടുന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ചിലത് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ദൈവഭാഗ്യം. ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ വേറെ ക്യാരക്ടർ ഒന്നും ഉണ്ടല്ലോ, സ്വന്തം. ഇപ്പൊ ചാർലി നിങ്ങളായിട്ട് പാട്ടുള്ള എൻ്റെ സ്റ്റൈലാണ്. അതിന് എനിക്ക് വെറുതെ എനിക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന മ്യൂസിക്കാണ്. വേറെ ചില സിനിമ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത്രയും കുറച്ച് എഫേർട്ട് ചെയ്യാൻ കിട്ടേണ്ട വരും. ആ എഫേർട്ട് ഇല്ലാതിരുന്നാൽ കുറച്ചും കൂടി നല്ല മ്യൂസിക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം ആ പ്രോജക്റ്റ് നമുക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല വർക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ഇത് ചവർ പോലെ എടുത്ത് ചെയ്യണ്ടല്ലോ എന്നൊക്കെ തോന്നും. പിന്നെ ബന്ധങ്ങളുടെ പുറത്ത് പലരും നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചെയ്തു കൊടുക്കും. കാര്യം ബന്ധങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡ്യൂസറിന് വയ്യാതെ കിടക്കണ അദ്ദേഹം അത് കഴിഞ്ഞ് കടത്തിലാണ്, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പ്രോജക്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം, പൈസ കുറച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പ് എന്തെങ്കിലും പുള്ളി സഹായിച്ചിട്ടുള്ള ആളായിരിക്കും. എന്തായാലും വളരെയധികം സന്തോഷം ഗോപിയേട്ട. കുറെ പുതിയ വിശേഷങ്ങൾ അറിയാൻ പറ്റി. ഇനിയും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.